ഒരു മധുരമുള്ള സ്നാക്ക് റെസിപ്പിയാണ്. മധുരമുള്ള സ്നാക്ക് റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് നമ്മുടെ നാടൻ ചായക്കടകളിലൊക്കെ കിട്ടിയിരുന്ന ഒരു പലഹാരം ഉണ്ടല്ലോ, ഉണ്ടംപൊരി എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ബോണ്ട എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് ഉണ്ടംപൊരി എന്നാണ് പറയുന്നത്. നമ്മൾ ഗോതമ്പൊടിയും ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അതിൽ ഞാനിപ്പോൾ കുറച്ച് വ്യത്യാസം, നമ്മൾ സാധാരണ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടിയിരുന്നപ്പോൾ തേങ്ങക്കൊത്തും അതുപോലെ തന്നെ ഏത്തപ്പഴമൊന്നും അതിലുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് തേങ്ങക്കൊത്തോ ഏത്തപ്പഴമൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങക്കൊത്തോ ഏത്തപ്പഴമൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് ഉണ്ടംപൊരി കഴിക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ പഴയകാല പണ്ടത്തെ ചായക്കടകളിലെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകുന്നു വെച്ചാൽ കുറേ ആളുകൾക്കൊക്കെ ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ നാട്ടിൻ പുറങ്ങളിലെ ചായക്കടകളിലൊക്കെ കഴിച്ചിരുന്ന ഒരു ഓർമ്മ ഉണ്ടാവും. കുറേ ആളുകൾക്ക് ഇതൊന്നും വലിയ പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ ബേക്കറിയിലൊക്കെ ആണെങ്കിലും ഉണ്ടംപൊരി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചില സ്ഥലങ്ങളിൽ ചിലർ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഏത്തപ്പഴം ആരും ചേർത്തിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ചിട്ടില്ല ഏത്തപ്പഴം ഇതുവരെ ചേർത്തിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏത്തപ്പഴം തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നമ്മുടെ നാടൻ പലഹാരമായ ഉണ്ടംപൊരി റെഡിയാക്കാം. നമുക്ക് നമ്മുടെ ഉണ്ടംപൊരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഏലക്ക, ഇത് പാളയംകോടൻ പഴമാണ്. 1/2 കിലോ ഗോതമ്പ് പൊടിക്ക് നമ്മൾ ഒരു പാളയംകോടൻ പഴം എടുക്കുക. അതുപോലെ തന്നെ ഇത് ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ നന്നായിട്ട് ഡാർക്ക് കളറായിട്ടുള്ള ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുക. ലൈറ്റ് കളറായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടംപൊരിയുടെ കളറും അതുപോലെ തന്നെ ലൈറ്റായി പോവും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെ പകുതി ഒഴിച്ചു കൊടുക്കുക. പഴം വേഗം തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും ഈ ശർക്കരപ്പാനിയിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മിക്സിലേക്ക് ഏലക്ക നന്നായിട്ട് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ഏലക്ക ചേർക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക നമ്മൾ പൊടി മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ചതച്ച് ചേർത്താലും മതി. പക്ഷെ കുറച്ചുകൂടി ഏലക്കയുടെ ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് എളുപ്പം ഇതായിരിക്കും. ഇപ്പോൾ ഏലക്കയുടെ എണ്ണമൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട് 1/2 കിലോ ഗോതമ്പ് പൊടിക്ക്. അപ്പോൾ അത്രയും ഏലക്കയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കയുടെ എണ്ണം കുറയ്ക്കാം. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്ന 2 ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടില്ല. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്നത് തേങ്ങയുടെ ചെറിയ പീസുകളും, അതായത് തേങ്ങ കൊത്തിയിട്ട് അത് ചെറിയ പീസായിട്ട് ചേർക്കും. അതുപോലെ തന്നെ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കും. അത് രണ്ടും നമ്മൾ ഉണ്ടംപൊരി റെഡി ആക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആഡ് ചെയ്യുള്ളൂ, ഇപ്പോൾ ചേർക്കില്ല. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം കുഴച്ചു തുടങ്ങാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ പഴം മിക്സിയിൽ ശർക്കരപ്പാനിയും ഉപ്പും ഏലക്കയും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അളവ് കൂടി പോരുത്, അതുപോലെ തന്നെ കുറഞ്ഞും പോരുത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് 1/2 കിലോ പൊടിയിലേക്ക്. അത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും പഴവും ചേർത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയിലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ മിക്സ് ആയി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ചേർക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ചൂട് കംപ്ലീറ്റ് മാറി ശർക്കരപ്പാനി വേണം ചേർക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇപ്പോൾ തന്നെ കുക്കായി പോവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടംപൊരി കറക്റ്റ് ആയി വരില്ല. ആ ചൂട് ഉണ്ടാവാൻ പാടില്ല ഒട്ടും ശർക്കരപ്പാനിക്ക്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും പഴവും ഏലക്കയും ചേർത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്പൂൺ വെച്ച് കുഴയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുഴഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ ഉപയോഗിച്ചെന്ന് എടുത്തു പറഞ്ഞത്. ഇതിലേക്ക് ഇനി നമ്മൾ ശർക്കരപ്പാനി ചേർക്കും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പകുതി ശർക്കരപ്പാനി പഴത്തിൻ്റെ കൂടെ ചേർത്തുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് പഴം അടിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ പഴം അടിഞ്ഞു കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ചായിട്ട് ശർക്കരപ്പാനി ചേർക്കാം. മുഴുവനും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട്
ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പൊടി ചേർക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരിയുടെ മൊത്തത്തിലുള്ള കണക്കങ്ങ് തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെയൊക്കെ ബേക്കറികളിൽ നമ്മൾ ഉണ്ടംപൊരി വാങ്ങിക്കുമ്പോൾ ഉണ്ടംപൊരിയിൽ കപ്പലണ്ടി കിട്ടാറുണ്ട്. പക്ഷെ അത് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് ആ കപ്പലണ്ടി കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കപ്പലണ്ടിക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഉണ്ടംപൊരിയിൽ കപ്പലണ്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിന് മുന്നേ ഇപ്പോൾ ഉണ്ടംപൊരി കഴിച്ചപ്പോൾ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടുള്ള ഉണ്ടംപൊരിയാണ് കഴിച്ചതെങ്കിൽ ഉണ്ടംപൊരി ആരും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കിയതിന് ശേഷം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എന്തായാലും ഉണ്ടംപൊരി ഇഷ്ടപ്പെടും. ഈ തേങ്ങാക്കൊത്തും പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഒരു താല്പര്യം തോന്നാത്തൊരു കാര്യമാണ് ഈ കപ്പലണ്ടി ഉണ്ടംപൊരിയിൽ ചേർക്കാൻ. ചില റെസിപ്പിയിൽ ചില ആളുകൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, പക്ഷെ അത് സക്സസ് ആവുന്നില്ല. അതിൻ്റെ ആ ടേസ്റ്റ് കുറയുന്നത് അവർ അറിയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ വീണ്ടും അതന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എത്ര വെള്ളമാണ് ചേർത്തതെന്ന് കറക്റ്റായിട്ട് പൊഴിച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊടിയുടെ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ആദ്യം ചേർത്ത് നോക്കുക, അതിനുശേഷം ആവശ്യമാണെങ്കിൽ ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയിട്ട് പിന്നെ ഉണ്ടംപൊരി കറക്റ്റ് ഷേപ്പിലൊന്നും ആവില്ല നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഉണ്ടംപൊരിയുടെ മിക്സ് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ മിക്സിൻ്റെ പരുവം. നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരണം, ഈ രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ 300 ml ശർക്കരപ്പാനിയും അതുപോലെ തന്നെ നമ്മുടെ മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. അത് ആദ്യം ചേർത്ത് നോക്കുക. അതിനുശേഷം വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇതുണ്ടോ, നമ്മുടെ കയ്യിൽ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്ന പാകത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടംപൊരി ആക്കിയെടുക്കാം. അപ്പോഴാണ് നമ്മൾ ഇതിൽ തേങ്ങക്കൊത്തും അതുപോലെ തന്നെ ഏത്തപ്പഴവും ചേർക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ടംപൊരി ഉണ്ടാക്കില്ല. 3 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമുക്കിനി ഇത് മാറ്റി വെച്ചതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടംപൊരി ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉണ്ടംപൊരിക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ച ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഏത്തപ്പഴം കട്ട് ചെയ്ത് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം നമ്മൾ വീണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ ഉടഞ്ഞു പോകും. തേങ്ങ എല്ലാ ഭാഗത്തേക്ക് ആക്കി വരുമ്പോൾ ഏത്തപ്പഴം ഉടഞ്ഞു പോകരുത്. അതുകൊണ്ട് ആദ്യം തേങ്ങ മിക്സ് ചെയ്യുക, അതിനുശേഷം ഏത്തപ്പഴം മിക്സ് ചെയ്യുക. ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതിയാണ് നമ്മളിങ്ങനെ 4ആയിട്ട് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ മാവിലേക്ക് തേങ്ങ മിക്സായി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യിലൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല. തേങ്ങ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആവുക. ഉണ്ടംപൊരി കുക്കായി വരുമ്പോൾ തേങ്ങയും ചെറുതായിട്ട് കുക്കായിക്കോളും. ഓവറായിട്ട് കുക്കായി പോകണ്ട. അതുകൊണ്ടാണ് നമ്മൾ നെയ്യിലൊന്നും ഫ്രൈ ചെയ്യാതിട്ടത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഏത്തപ്പഴം കട്ട് ചെയ്തത് ചേർക്കാം. നമ്മൾ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തതുപോലെ തന്നെ ഏത്തപ്പഴം ഒന്ന് മിക്സ് ചെയ്യുക. ഏത്തപ്പഴം ഉടഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഏത്തപ്പഴവും മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. ഇതുപോലെ കുഴിച്ചതിന് ശേഷം കയ്യിലൊട്ടും തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വാഷ് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഉണ്ടംപൊരി ഉണ്ടാക്കി തുടങ്ങാൻ. എന്താണെന്ന് വെച്ചാൽ ഓരോ ബോൾസ് റെഡിയാക്കുമ്പോഴും നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം മാത്രം മിക്സ് എടുത്ത് ഉരുട്ടി എണ്ണയിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാവ് മുഴുവനും നമ്മുടെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവുന്നത് വരെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടംപൊരി ഇട്ട് ഉടനെ തന്നെ ഫ്രൈ ആയി ഇൻസൈഡ് കുക്ക് ആവാതെ പുറം ഭാഗം മാത്രം കരിഞ്ഞു പോകും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വയ്ക്കാന്ന് പറയുന്നത്. ഇനി നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് മിക്സ് എടുക്കുക. കൈ നനയ്ക്കാതെ എടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് വലിയ ഉണ്ടംപൊരി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മളുടെ ഇവിടെയൊക്കെ കടകളിൽ കിട്ടുന്ന ഉണ്ടംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഉണ്ടംപൊരിയാണ്. പക്ഷെ നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ ഉണ്ടംപൊരിയാണ് നമുക്ക് കിട്ടുക. ഉണ്ടംപൊരി മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാ പലഹാരങ്ങൾക്കും നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ പ്രത്യേകമായിട്ടൊരു കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നും. അതുപോലെ കാണാൻ ഭംഗിയും വേണം, വലിപ്പം കൂടുതലാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ കാണാനേ പറ്റില്ല. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഓരോ പ്രാവശ്യം ഓരോ ഉണ്ടംപൊരി ഇടുമ്പോഴും കൈ നനയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഉണ്ടംപൊരിയായിട്ട് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് ഇടാൻ പറ്റില്ല, കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ ഏത് വലിപ്പത്തിലും ഉണ്ടാക്കാട്ടോ, ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടംപൊരി ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടംപൊരി ഒന്ന് നീക്കി കൊടുക്കട്ടെ, അടുത്തതിന് വീഴാനുള്ള ഒരു സ്ഥലം വേണമല്ലോ. കറക്റ്റായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഷേപ്പുമായി കിട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടംപൊരിയുടെ ഷേപ്പ് വേറെ ഒക്കെ ആയിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ 2 ഉണ്ടംപൊരി ഇടുന്നുള്ളൂ ഒരു സമയത്ത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇട്ടിട്ടുണ്ടെങ്കിൽ 3 ഉണ്ടംപൊരി കിടക്കാനുള്ള സ്പേസ് ഇല്ല. ഞാൻ ചെറിയ ചട്ടിയാണ് വെച്ചത്. ഉണ്ടംപൊരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചീനച്ചട്ടിയാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വയ്ക്കണം. കുഴിവുള്ള ചട്ടിയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പരന്ന പാനിൽ ഉണ്ടംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ വലിയ പാനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എണ്ണ നന്നായിട്ട് ഉണ്ടാവുള്ളൂ, നമുക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. ആദ്യം ഇട്ട ഉണ്ടംപൊരിയെ ആദ്യം ഇട്ടത് ഞാൻ തിരിച്ചിടാൻ 2 മിനിറ്റ് വൈകിയതുകൊണ്ട് ഇതിന്റെ അടിഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് വലുതായി. നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും, പുറം ഭാഗം ചെറിയ ക്രിസ്പിനെസ് ഉണ്ടാവും, ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ കുക്കായിട്ടില്ല. കുക്കായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വേഗം തന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. നമ്മളിതിപ്പോൾ പൊട്ടിച്ചു കഴിയുമ്പോൾ ഇൻസൈഡ് ഒട്ടും കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഫ്രൈ ആയി കുക്കായി വരണം. കുറച്ചുകൂടി കളർ ചേഞ്ച് ആയി വരും. ഈ ഒരു ഷെയ്ഡായി വരും. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും കളർ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെയുള്ള കളർ ആയിരിക്കില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ ഉള്ളത്. അതനുസരിച്ച് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റണം. ഉണ്ടംപൊരിയുടെ ഈ ഒരു പോർഷനൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഞാനിത് എങ്ങനെയാണ് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം പോർഷൻ ആദ്യം കഴിക്കും, അതിന് ശേഷമാണ് ഇൻസൈഡ് കഴിക്കുക. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ കഴിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് എല്ലാ സൈഡിലേക്കും തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക, അത് മറന്നു പോകാതിരിക്കുക. ഉണ്ടംപൊരി കുക്കായി കഴിഞ്ഞു. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആദ്യം ഇട്ടത് ആദ്യം എടുക്കുക, അതിനുശേഷം രണ്ടാമത് ഇട്ടത് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറ് ഈ ഒരു ഷെയ്ഡാണ്. കുറച്ച് കഴിയുമ്പോൾ കളർ ചേഞ്ച് ആയി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഹാർഡായി പോവും. അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും കൈ നനച്ചതിന് ശേഷം മാത്രം അടുത്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അടുത്ത ബാച്ചിലെ ആദ്യത്തെ ഉണ്ടംപൊരി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ രണ്ടെണ്ണം വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ട് അവസാനം കാണിച്ചു തരാം ഉണ്ടംപൊരി എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി എല്ലാം കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വലിപ്പത്തിലാണ് ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 8 ഉണ്ടാവുള്ളൂ. ഇല്ല ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്കൊരു 15-16 ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ചെറിയ വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇൻസൈഡ് കുക്കാവില്ല. നമുക്ക് ധൃതി കൂടിയിട്ട് നമ്മൾ വേഗം കുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഒട്ടും തന്നെ കുക്കാവില്ല. ഉണ്ടംപൊരി എല്ലാം വേസ്റ്റ് ആക്കി കളയേണ്ടി വരും. അപ്പോൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വലിപ്പമൊക്കെ കൂട്ടി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഞാനിതിപ്പോൾ ശർക്കരയുടെ അളവ് പറഞ്ഞിരിക്കുന്നത് മീഡിയം മധുരമുള്ള രീതിയിലാണ്. കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടുക. നമ്മളിപ്പോൾ 1 കിലോ ഗോതമ്പ് പൊടിക്ക് 1/4 കിലോ ശർക്കര എടുത്തത് മീഡിയം മധുരം എന്നുള്ള രീതിയിലാണ്. ഞാൻ എപ്പോഴും എല്ലാ മധുരമുള്ള റെസിപ്പീസും ചെയ്യുമ്പോൾ പറയാറുണ്ട് മീഡിയം മധുരം ചേർക്കാറുള്ളൂ എന്നുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ മധുരം ഇഷ്ടമുള്ള ആളുകളായിരിക്കും, പക്ഷെ ഈ ഒരു അളവിൽ ചെയ്തു വരുമ്പോൾ മധുരം കുറവായിട്ട് തോന്നും. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഞാൻ ഇനി എന്തെങ്കിലും ഒരു ദിവസം രാജാക്കാട് പോകുമ്പോൾ ഇതുപോലെ ഇതിലും വലിപ്പമുണ്ട് അവിടുത്തെ ഉണ്ടംപൊരിയും മുളക് പൊടിയൊക്കെ. അപ്പോൾ അന്ന് പോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇതിന് മുന്നേ മൂന്നാർ പോയ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെയുള്ള പലഹാരങ്ങളൊക്കെ നല്ല വലിയ വലിയ പലഹാരങ്ങളാണെന്ന്. പക്ഷെ അന്ന് എത്തിയപ്പോൾ വൈകി പോയതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ പോകുമ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.